എന്താ മോളെ പേര്? കുഞ്ഞിക്കിളി. കൊമ്പൊക്കെ ഉണ്ടല്ലോ രണ്ടെണ്ണം. കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങളെ മാത്രം ഇന്റർവ്യൂ ചെയ്യുക, പ്രായമുള്ളവരാണെങ്കിൽ അവരെ മാത്രം ഇന്റർവ്യൂ ചെയ്തു. ഇപ്പം പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് ഈ ഷോ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ദൈവമേ ഞാൻ. അപ്പൊ അച്ഛനെ പറയാൻ സമ്മതിക്കും മോളെ? ഇങ്ങനെയാണ്, ആരാണ് പറഞ്ഞത് അങ്ങനെ ചെയ്തു? ആരും പറഞ്ഞതല്ല, ഇതിങ്ങനെ വളർന്നു വരുന്ന കാണുമ്പോഴത്തേക്കും ചെയ്തു പോകുന്നതാണ്. തീർച്ചയായിട്ടും അതാ പറഞ്ഞത്. ആ ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റൂല. അമ്മ മരിച്ചു കിടക്കുന്ന എല്ലാവരും ഭയങ്കര പ്രശ്നം. അപ്പോൾ ഞാനും അവിടെ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേ ഒരച്ചാനോട് ഇങ്ങനെ വെച്ചിട്ട് പുറകെ കൂടെ എന്നെ എടുത്തിട്ട് വന്നിട്ട് ചോദിക്കുക, ചെതുമ്പലും മണക്കത്തില്ല മാനേന്ന്. ഞാൻ വലിയൊരു ട്രാജഡിയിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെയൊന്നും ആയിത്തീരുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. എല്ലാം തകർന്ന് തരിപ്പണമായി പോകുമെന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷെ അവിടെ നിന്നൊക്കെ എന്നെ ഈ നിലയിൽ കൊണ്ട് എത്തിച്ചത് ഈ പറയുന്ന സുഹൃത്തുക്കളും ഒക്കെ ചേർന്നിട്ടാണ്. തീർച്ചയായിട്ടും തകർന്ന് താഴെ പോകുമെന്ന് പറഞ്ഞാൽ എന്നെ ഇവരാരും എന്നെ കളഞ്ഞില്ല, എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അതായത് എന്നോട് എത്ര നന്ദി പറഞ്ഞാലും തീരുവല്ല. ഹായ് ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം നന്ദു. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ വിശിഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരേ സമയം ഒരു ഫ്ലോറിൽ മമ്മൂക്കയെയും ലാലേട്ടനെയും ജയറാമേട്ടനെയും സുരേഷ് ഏട്ടനെയും ദിലീപേട്ടനെയും എന്തൊരു 2020 പോലെ ആ വേദി നിറഞ്ഞാടി പ്രേക്ഷകരെ മുഴുവൻ മനസ്സിൽ ഇടം പിടിച്ച നമ്മുടെ സ്വന്തം ജിനുച്ചേട്ടൻ. താങ്ക് യു. സുഖലേട്ടാ? കൂടെ ഭാര്യ വീണ ചേച്ചി, കൂടെ എന്താ മോളെ പേര്? എന്താ? കുഞ്ഞിക്കിളി. കൊമ്പൊക്കെ ഉണ്ടല്ലോ രണ്ടെണ്ണം. ഹായ്, ഒരു നമസ്കാരം പറഞ്ഞത്. നമസ്കാരം. പുള്ളിക്കാരിക്ക് പനിയാ, അപ്പൊ അതിന്റെ ഒരു ശാലം ഡൗൺ ആയിട്ടിരിക്കും. അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ ഹാപ്പി ആയിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പിന്നെ അങ്കിളും ഉണ്ട്. നമ്മൾ കുറച്ചു നേരം സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കും. ഹാപ്പിയാന്ന് പറയാം. ഞാൻ ഒരേ സമയം പ്രായമുള്ളവര് അതേപോലെ കുഞ്ഞുങ്ങളെ മാറി ചെയ്തിട്ട്, കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങളെ മാത്രം ഇന്റർവ്യൂ ചെയ്യുക, പ്രായമുള്ളവരാണെങ്കിൽ അവരെ മാത്രം ഇന്റർവ്യൂ ചെയ്തു. ഇപ്പം പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് ഈ ഷോ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ദൈവമേ ഞാൻ. അപ്പോൾ ചേട്ടാ, ഇത്രയും വർഷത്തെ ഒരു കലാജീവിതത്തിൽ സിനിമകളിലായാലും ചെറിയ ചെറിയ വേഷങ്ങളായാലും മികച്ച വേഷങ്ങളിലായാലും ഉണ്ട്, അതേപോലെ തന്നെ ഇങ്ങനത്തെ ഷോകളിലായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു പെർഫോമൻസിനെ കാഴ്ചവെച്ച ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. അച്ഛനെ പറയാൻ സമ്മതിക്കും മോളെ? ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ ഒരുപാട് ചാനലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെയെന്ന് പറയുന്നിടത്ത് 3, 4, 5, 6 പേര് കളിക്കുന്ന സ്കിറ്റുകളാണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ വന്നപ്പം 2 പേര് കളിക്കുന്ന സ്കിറ്റുകളായതുകൊണ്ട് പെട്ടെന്ന് നമ്മളെ ജനങ്ങൾ ഭയങ്കരമായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് അറിയാൻ പറ്റി. അത് ജീവിതത്തിൽ ഏറ്റവും, കാരണം ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ അതാണല്ലോ, അവനെ അറിഞ്ഞെങ്കിൽ മാത്രമല്ല അവനെ വിറ്റഴിക്കാനൊന്നും നമുക്ക് പറ്റുള്ളൂ. അതൊരുപാട് സന്തോഷം തോന്നുന്നു. അപ്പോൾ ഈ ഒരേ സമയം മറ്റേ നമ്മുടെ മലയാളത്തിലെ സൂപ്പർ താരങ്ങളെല്ലാം അനുകരിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു ചുവടുവെപ്പ് നടത്താം എന്ന് ചിന്തിച്ചത് എങ്ങനെയാണ്? ആരാണ് പറഞ്ഞത്? അങ്ങനെ ചെയ്തു? ആരും പറഞ്ഞതല്ല, ഇതിങ്ങനെ വളർന്നു വരുന്ന കാണുമ്പോഴത്തേക്കും ചെയ്തു പോകുന്നതാണ്. അത് കേരളത്തിലെ ആയാലും പല അച്ഛന്മാരും മക്കൾക്ക് വേണ്ടി കെട്ടേണ്ട വേഷങ്ങൾ വളരെ വലുതാണല്ലേ. അവരെ രസിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ആനയാ വേണ്ടി വരും, കുതിരയാ വേണ്ടി വരും. അങ്ങനെയാണോ? അല്ലല്ല, അത് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ സിനിമ ഇത് ചെയ്യാൻ നേരത്ത് അതൊരു പെട്ടെന്നൊരു എളുപ്പമുള്ളൊരു പരിപാടി ആയതുകൊണ്ടും പിന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ നമുക്കിപ്പോഴും ഭയങ്കര ഈ പ്രത്യേകിച്ച് മിമിക്രിക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണല്ലോ ഈ ഓരോ സിനിമാ താരങ്ങളെ പോലെ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ. അപ്പം നമ്മളതിൻ്റെ ഒന്നാമത്തെ കാര്യം മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയാകുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗംഭീരം. ഇപ്പം നമ്മൾ ലേലം ചെയ്ത് ഇപ്പോൾ ഈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാവണപ്രഭു ചെയ്തു. ഇങ്ങനെയുള്ള പടങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ നമ്മൾ രണ്ടാമത് എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. ആ കഥാപാത്രങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സാധനത്തിൽ നമ്മൾ ചെറുതായിട്ട് കൂടി തിരിച്ചു വെച്ചാൽ കോമഡി ഉണ്ടാക്കിയെടുത്താൽ മതി. അത് ഈ അനുകരണം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. നമ്മൾ അതിനുവേണ്ടി ചിലപ്പോൾ ഒന്ന് ശരീരമൊക്കെ പോസ്റ്ററൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും, മാനറിസങ്ങളൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ അതൊരു ഭയങ്കര എഫേർട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ ചെയ്യാനായിട്ട്? ഇല്ല, എഫേർട്ട് അല്ലല്ലോ അത്. തീർച്ചയായും അത് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മേഖലയായതുകൊണ്ട്. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഈ വരയും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചില സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ ക്യാരക്ടർ ആകാൻ വേണ്ടിയിട്ട് അത് രസമുള്ള പരിപാടിയാണ്. അപ്പം നമുക്ക് സിനിമയിലോ അവസരങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഇതൊക്കെ കിട്ടാൻ നേരത്ത് നമ്മളൊരു എന്തൊരു ക്യാരക്ടർ കിട്ടില്ല, ക്യാരക്ടർ ആകാൻ വേണ്ടി ഞാൻ കൂടുതലും പണ്ട് തൊട്ടേ ശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടി മാക്സിമം അതിനുവേണ്ടി തന്നെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും പ്രേക്ഷകർ കണ്ട് മനസ്സിലാക്കി വന്നിട്ടുള്ള ഈ അവസരത്തിൽ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് പിന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇമേജ് ഉണ്ടോ? പിന്നെ ഞാനല്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഇവളുടെ ഒരു കസിൻ മരിച്ചുപോയി വെച്ചുച്ചിറയിൽ. അപ്പം ഒരു വല്ലാത്തൊരു മരണം. ഒരു ചേച്ചി കേട്ടോ, പിള്ളേർക്ക് 2 കുഞ്ഞു പിള്ളേരുണ്ട്, ഇവിടെ അത്ര ഉള്ള കുഞ്ഞു പിള്ളേരാണ്. അപ്പോൾ ആ ഒരു സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുമല്ല. അമ്മ മരിച്ചു കിടക്കുന്ന അവരെല്ലാവരും ഭയങ്കര പ്രശ്നം. അപ്പോൾ ഞാനും അവിടെ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേ ഒരച്ചാനോട് ഇങ്ങനെ വെച്ചിട്ട് പുറകെ കൂടെ എന്നെ എടുത്തിട്ട് വന്നിട്ട് ചോദിക്കുക, ചെതുമ്പലും മണക്കത്തില്ല മാനേന്ന്.
അപ്പോൾ ഒരുപാട് അതൊരു മരണ വീട്ടിലായതുകൊണ്ട് അതെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ സത്യം ഈ ബസ്സൊക്കെ വരും കേട്ടോ. നിങ്ങളിങ്ങനെ ബസ്സിലിങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു അച്ഛൻ എൻ്റെ പുറകെ ഇരുന്നിട്ട് ചെതുമ്പിൽ മണക്കത്തില്ലേ അണ്ട് കുനിഞ്ഞിരിക്കും. നമ്മൾ നോക്കുമ്പോൾ തല വരത്തില്ല. ഇപ്പം കുഞ്ഞ്, ഭാര്യ, വീട്ടുകാർ, അച്ഛനമ്മ എല്ലാവരും ഉള്ള ഒരു അവസരത്തിൽ ഒരു കലാകാരൻ നിലയിൽ അങ്ങനത്തെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവില്ല സിനിമയിലും പ്രോഗ്രാമായി. അപ്പൊ എത്രമാത്രം വീട്ടിലെ ഫാമിലിയോടുകൂടെ നിൽക്കാൻ ഈ വിശേഷ ദിവസങ്ങളിലായാലും അല്ലാത്ത ദിവസങ്ങളിലായാലും ആസ് എ ഫാമിലി മാൻ എന്നുള്ള രീതിയിൽ നിൽക്കാനായിട്ട് സമയം ചെലവഴിക്കാൻ പറ്റുന്നുണ്ട്? കൂടുതൽ ഞാൻ വീട്ടിൽ നിൽക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരാളാട്ടോ. കാരണം ഇവിടെ ഒന്ന് മാറ്റാൻ വല്ല മാർഗമുണ്ടോ? ആദ്യമായിട്ടാ നിൽക്ക് ആ പിള്ളേരെ ഒന്ന് വിളിച്ച് ഒരു ഷോർട്ട് ബ്രേക്ക്. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. കൊച്ചിനെ ഒന്ന് മാറ്റാൻ വേണ്ടി ശകലം പരിപാടി. അപ്പൊ മനസ്സിലായി എങ്ങനെയാണ് ഈ ഒരു 2020 മുഴുവൻ ആ വേദിയിൽ. ഇനിയിപ്പോ കൂടുതൽ ഹോളിവുഡിലേക്ക് ആ മേഖലകളിലൊക്കെ ഉള്ള നടന്മാരെ കാണിച്ചു കൊടുക്കേണ്ടി വരും കുറച്ചുകൂടെ. അപ്പോൾ ചേച്ചിയോട് ഇത്ര നേരമായിട്ട് വന്നിരുന്നിട്ട് ഒന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പം വീട്ടില് ചേട്ടൻ ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇതുപോലെ ഫ്രണ്ട്സ് ആയാലും കൂടുതൽ ഫ്രണ്ട്സ് ആയാലും ഫാമിലി അവരുടെയൊക്കെ ഒരു സമീപനം അങ്ങനെയാണ്. ഇങ്ങനെ എന്താണ് പരിപാടി, എവിടെയാണ് ഒരു സെലിബ്രിറ്റിയുടെ ഒരു ഇമേജ് അവിടെയും കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും. എന്നെ പറയപ്പെടുന്നത് എങ്ങനെ ഞാൻ തന്നെ പറഞ്ഞിരിക്കും ഒരു ശരിയിലെ ജീവന്റെ വൈഫ് എന്നോട് എല്ലാവരും ശരി ചോദ്യം. ചേട്ടായി വീട്ടിലും ഇങ്ങനെയാണ്, ഓൾവേസ് ചേട്ടാ എപ്പോഴും ഇങ്ങനെയാണ്. ചേട്ടായി ദേഷ്യപ്പെട്ട് കാണുന്ന ഒറ്റ പ്രാവശ്യമുള്ളൂ. ചേട്ടൻ ദേഷ്യപ്പെടാറില്ലേ? ഞാനിവിടെ ഞാനിപ്പോ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തെങ്കിലും ഇഷ്ടമായില്ലെങ്കിൽ ദേഷ്യപ്പെടുന്നുള്ളത് അങ്ങനെയല്ല. ഞാൻ ഏറ്റവും കൂടുതൽ വീട്ടിൽ ഞങ്ങൾ ഒറ്റ കാര്യമുള്ളൂ, ലിപ്സ്റ്റിക് ഇടുന്നതില്ലേ. ഈ പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകാൻ നമ്മൾ ഈ കലാകാരന്മാർക്ക് ഏറ്റവും വലിയ കലാകാരന്മാർക്ക് ഇരിക്കുന്ന പട്ടാളക്കാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഈ സമയത്തിന് നമുക്ക് ഭയങ്കര പ്രശ്നം. കാരണം നമ്മൾ ഒരിടത്ത് എത്താന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പെങ്കിലും എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അത് എനിക്ക് തോന്നുന്നേ ഈ കലാകാരന്മാർക്കും പട്ടാളക്കാർക്കും ഇറങ്ങി ഭയങ്കര ഈ ചിട്ട ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ സമയത്തിന് വലിയൊരു പ്രശ്നമാണ്. നമ്മളൊരിടത്ത് എത്താമെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് എത്തണം, അല്ലെങ്കിൽ അതിൻ്റെ ശാലം മുമ്പേ എത്തണം. അത് കഴിഞ്ഞെത്തുക പറഞ്ഞാൽ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നിടത്തൊക്കെ ഭയങ്കര പ്രഷർ കൂട്ടും. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ തമാശയല്ലത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്, ഈ ലിഫ്റ്റിക്ക് ഇത് തപ്പാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയുണ്ട്. ഇവരുമാര് മാത്രമായിരിക്കുമല്ലോ കേട്ടോ, പല പെണ്ണുങ്ങളുടെയും കാര്യമായിരിക്കും പറഞ്ഞത്. അന്നേരം നമ്മുടെ കയ്യിൽ നിന്ന് ഈ സാധനം കൊണ്ട് പോകും. അന്നേരം നമ്മൾ വീട്ടിൽ കിടന്ന് വെള്ളം നോക്കും. അതേ ഉള്ളൂ, അല്ലാതെ വലിയ പോകും. ഈ ഒരു കലാമേഖലയിലേക്ക് പോകുമ്പോഴത്തേക്കും ചേച്ചിയുടെ ഭാഗത്തു നിന്നായാലും കുടുംബത്തിന്റെ മുഴുവനായാലും ഒരു സപ്പോർട്ട് എങ്ങനെയാണുള്ളത്? പിന്നെ തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ നിൽക്കുന്നത് പോലും. ഇപ്പം ജോലി കാര്യങ്ങളും അതായിട്ട് ഇപ്പം കുറച്ചാൾ ലീവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും ഇതിനൊക്കെ പോകുന്നത്. ഞാനോ? അപ്പം ഈ ഇതാണ് നമ്മുടെ ജോലി. വേറെ ഒന്നുമില്ല. ഇല്ല, ഞാൻ നേരത്തെ മറ്റേ ആർട്ട് വർക്കൊക്കെ ആയിരുന്നു, എഴുത്തും വരെയൊക്കെ ആയിരുന്നു. പിന്നെ ആ സമയത്തൊക്കെ സ്റ്റിക്കറും മറ്റുള്ള പരിപാടികളൊക്കെ വന്നതോടുകൂടി പിന്നെ ആ മേഖല എങ്ങും മാറി. എന്നെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു ആർട്ടിസ്റ്റ് ആവണമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നാൾ പടം വരയ്ക്കാൻ വേണ്ടി പോയി. പിന്നെ അങ്ങനെ ബസ്സിൻ്റെ കുറേ, ലോറിയുടെ കുറേ, അങ്ങനെ കുറേ പടം വരയ്ക്കാൻ വേണ്ടി കുറേ നാളുകളൊക്കെ അങ്ങനെ പോയി. പിന്നെ നമ്മൾ ഈ പണ്ടിങ്ങനെ ആരോട്ട് പറയുന്നത് നമുക്ക് ഒരുപാട് ഇതുള്ള ഒരാൾ ഒരിടത്തും ചോദിക്കുകയില്ല. നമ്മൾ എവിടെയും ഒരിടത്ത് നിൽക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അവസാനം ഞാൻ ഇതിൽ അങ്ങ് നിന്ന്. അപ്പോൾ എന്താണ് ഭാവിയിൽ എന്തൊക്കെയാണ് പുതുതായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഭാവിയിലെ വിശേഷങ്ങൾ പറയാനുള്ളത്? പ്രത്യേകിച്ച് ഭാവി എന്ന് പറയുന്ന സാധനം വരാൻ പോകുന്നതല്ലേ. നമ്മുടെ ഒരു കൊച്ചു പടം ഇവിടെ ഇറങ്ങുന്നുണ്ട്, ചോല ബിസ്കി എന്ന് പറഞ്ഞൊരു കുഞ്ഞു പടം. എൻ്റെ പടം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അതിറങ്ങാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. പിന്നെ സിനിമയല്ലേ, അതൊക്കെ വരുമായിരിക്കും എന്നൊക്കെ പിന്നെ തീർച്ചയായിട്ടും ഞാനും അനീഷും ഞങ്ങൾ അതിന്റെ വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ ഒരു ഇത് കൊണ്ട് ഇങ്ങനെയൊക്കെ നിന്നൊക്കെ പോകണം. ഇനി വരുമ്പോഴും അതിനേക്കാളും മികച്ചതായിട്ട് കഴിഞ്ഞോട്ടും ചെയ്തു വെച്ചതിനേക്കാളൊക്കെ മികച്ചതായിട്ടുള്ള ഒരു സാധനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു വന്നത്, റൂട്ട് മാറിപ്പോയതാണ്. നമ്മള് അത് അന്നേരം സംഭവിച്ചു പോകുന്നതല്ലേ മോഹൻലാൽ പറയുന്ന പോലെ. അതാണ് അതിന്റെ മെയിൻ പരിപാടി. അതങ്ങ് എല്ലാ ജീവിതവും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ തന്നെ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം ഇങ്ങനെ പരിപാടിയിൽ എനിക്കും എൻ്റെ വൈഫിനും ഇങ്ങനെ വന്നിരിക്കാൻ പറ്റിയത് വലിയൊരു സന്തോഷം. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്നെ അറിയാവുന്നവർക്കൊക്കെ നമ്മളെ അറിയാം കേട്ടോ. അപ്പൊ ഞാൻ വലിയൊരു ട്രാജഡിയിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനൊന്നും ആയിത്തീരുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. എല്ലാം തകർന്ന് തരിപ്പണമായി പോകുമെന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷെ അവിടെ നിന്നൊക്കെ എന്നെ ഈ നിലയിൽ കൊണ്ട് എത്തിച്ചത് ഈ പറയുന്ന സുഹൃത്തുക്കളും ഒക്കെ ചേർന്നിട്ടാണ്. തീർച്ചയായിട്ടും തകർന്ന് താഴെ പോകുമെന്ന് പറഞ്ഞാൽ എന്നെ ഇവരാരും എന്നെ കളഞ്ഞില്ല, എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അതിന് ഇവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരുവരുന്നു. ഇത്രയും സീനിയർ ആയിട്ട് കലാകാരൻ നിലയ്ക്ക് ചേട്ടനോട് അവസാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചേക്കാൾ ഇന്നത്തെ ഒരു തലമുറയിലെ ആൾക്കാരുടെ ഒക്കെ ഇപ്പം പത്രങ്ങളും മറ്റ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളെ കാണുമ്പോഴേ
കുട്ടികൾ നമ്മൾ നമ്മളെ പോലും പ്രായമില്ലാത്ത കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഒരു കല എന്ന് പറയുമ്പോൾ സമൂഹത്തെ മാറ്റാൻ കഴിവുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഇപ്പൊ വന്നിരുന്ന ഇതിലേക്ക് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ ഈ സമൂഹം ഇങ്ങനെ പോകുന്നതിനെ കുറിച്ച് ഒരു കലാകാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകാതിരിക്കുക. അതല്ല നമുക്ക് ഇതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ പറഞ്ഞ ഒരാളെ മാറ്റാനൊന്നും പറ്റുമൊന്നുമില്ല. ഇപ്പം എനിക്കെന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്വയം മാറിയെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അതാ പറഞ്ഞത്. ഇല്ല അല്ല നമുക്ക് എല്ലാവർക്കും ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞത് നമ്മളായിട്ട് പിന്നെ ഒരിക്കലും ആവരുത്. അത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇപ്പം നമ്മൾ തന്നെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ എന്നോട് ചോദിച്ചില്ലേ, നമുക്കിങ്ങനെ ഒരു സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിനെ എങ്ങനെ മാറ്റാം എന്ന് നമ്മൾ ചിന്തിച്ചില്ലേ എന്ന് പറഞ്ഞാൽ അവർ സ്വയം ചിന്തിച്ചാലല്ലേ നടക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ലോകം നല്ല രീതിയിൽ മാറട്ടെ, ഇതെല്ലാം മാറി നല്ല ഹാപ്പി ആയിട്ടുള്ള കുഞ്ഞുങ്ങളും എല്ലാവരും അടിപൊളി ആവട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം ചേട്ടാ, ഇത്രയും വിശേഷങ്ങൾ അറിയാൻ സാധിച്ചതിൽ, ഇത്രയും കൂടെ സംസാരിക്കാൻ സാധിച്ചതിൽ. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ ഇതിലും മികച്ച പരിപാടികളുമായിട്ട് മികച്ച വ്യക്തിയുമായിട്ട് തന്നെ കടന്നു വരാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു.